സുവർണ കഥകളിലേക്ക് സ്വാഗതം. വന്നേരിയിലെ കാട്ടുമാടം മനയെപ്പറ്റി ധാരാളം കേട്ടിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ചെറുപ്പക്കാരൻ തിരുമേനി എഴുത്തുകാരനായി വളരുന്നു എന്നും അറിഞ്ഞു. വേണമെങ്കിൽ ഒഴിവുകാലത്ത് പുന്നയൂർ കുളത്ത് പോവുമ്പോൾ ചെന്നു കാണാം. കാട്ടുമാടം മനയിലെ ക്ഷേത്രത്തിൽ തൊഴാൻ കാർത്യായനിയോപ്പു, ലക്ഷ്മിക്കുട്ടിയോപ്പു എന്നിവരൊക്കെ ഇടയ്ക്ക് പോവാറുണ്ട് എന്നും അറിയാം. പക്ഷേ ഞാൻ ആഗ്രഹം ആരോടും പറയാതെ സ്വകാര്യമായി തന്നെ മനസ്സിൽ വെച്ചു. സാഹിത്യമായി ബന്ധപ്പെട്ടവരെയെല്ലാം കാണുവാൻ അന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു. കണ്ടാൽ മതി. അവ്യക്തമായ പല ആശയങ്ങളുടെയും ചുറ്റുമായി കഥയുണ്ടാക്കാനും കവിതയുണ്ടാക്കാനും നിഗൂഢമായി ശ്രമം നടത്തുന്ന ഒരു കുട്ടിക്ക് പരിചയപ്പെടണമെന്ന് അവകാശപ്പെടാൻ ഒരധികാരവുമില്ല. കണ്ടാൽ തൃപ്തിയായി. ഈ കാലഘട്ടത്തിൽ കൂടല്ലൂരിലെ ഞങ്ങളുടെ വീടിൻ്റെ നിറം മങ്ങിയ കുമ്മായ ചുവരിൽ വിശേഷാൽ പ്രതികളിൽ നിന്നു വെട്ടിയെടുത്ത പല സാഹിത്യ നായകന്മാരുടെയും ചിത്രങ്ങൾ ഒട്ടിച്ചു വച്ചിരുന്നു. നല്ല ചിത്രങ്ങൾ ചിലത് ഫ്രെയിമിനകത്തും. ജി, ചങ്ങമ്പുഴ, വൈലോപ്പിള്ളി, തകഴി, ബഷീർ, പൊറ്റക്കാട്, കാരൂർ തുടങ്ങിയവരുടെയെല്ലാം ചിത്രങ്ങൾ അവിടെ സ്ഥലം പിടിച്ചിരുന്നു. വന്നേരിയിൽ നാലപ്പാട്ട് നാരായണമേനോനുണ്ട്. ബാലാമണിയമ്മ അധികവും കൽക്കത്തയിലാണ്. ആമി അന്ന് എഴുതാൻ തുടങ്ങിയിട്ടില്ല. ഒരവധിക്കാലത്ത് പുന്നയൂർ കുളത്ത് പോയപ്പോൾ നാലപ്പാട്ടെ പടിക്കലൂടെ നടന്നു. പൂഴിക്കള അങ്ങാടിയിൽ എന്തോ വാങ്ങാൻ പോയപ്പോഴാണത്. പൂഴിക്കള അങ്ങാടി ഇപ്പോൾ അപ്രത്യക്ഷമായിരിക്കുന്നു എന്നു തോന്നുന്നു. നാലപ്പാടൻ പൂമുഖത്തെ ചാരുകസേരയിൽ കിടക്കുന്നത് വളരെ അവ്യക്തമായി കണ്ടു. പടിക്കലേക്ക് അല്പം കൂടി ചെന്നാൽ ഒരുവിധം നന്നായി കാണാം. പക്ഷേ അതിന് ധൈര്യപ്പെട്ടില്ല. പിന്നീടൊരിക്കൽ ആ വഴിക്ക് ഒരു വൈകുന്നേരം നടന്നു. ഭാഗ്യം, തെങ്ങിൻ തോപ്പിലൂടെ വരുന്ന കാറ്റേറ്റ് പടിക്കൽ തന്നെ അദ്ദേഹം നിൽക്കുന്നു. കണ്ണുനീർത്തുള്ളി എഴുതിയ ആൾ. കണ്ണുനീർത്തുള്ളിയിലെ കുറേ ശ്ലോകങ്ങൾ അന്നെനിക്ക് മനഃപ്പാഠമാണ്. കടന്നുപോകുന്ന കുട്ടിയെ അദ്ദേഹം നോക്കി. വേണമെങ്കിൽ ഒന്നടുത്തു ചെന്ന് ഇന്ന വീട്ടിലെ ഇന്നയാളുടെ മകനാണെന്നു പറഞ്ഞാൽ. പക്ഷെ വേണ്ട, ആളെ കണ്ടല്ലോ, അതു മതി എന്നായിരുന്നു മനസ്സിൽ. അതുപോലെ കാട്ടുമാടത്തിലെ എഴുതുന്ന ഉണ്ണി നമ്പൂതിരിയെയും പരിചയപ്പെടാമായിരുന്നു. ശ്രമിച്ചില്ല. കാട്ടുമാടത്തിലെ ഈ ഉണ്ണി നമ്പൂതിരി മിടുക്കനാണെന്ന് ചില ഇളമുറക്കാർ പറഞ്ഞു കേട്ടു. പുന്നയൂർ കുളത്തെ ഗൃഹസദസ്സുകളിലാണ്. അകത്തുനിന്ന് സംഭാഷണങ്ങൾ കേൾക്കുന്ന കൂട്ടത്തിൽ ആചാരോപചാരങ്ങളെല്ലാം ലംഘിച്ച് അലങ്കോലമാക്കാൻ പുറപ്പെട്ടിരിക്കുന്ന ആളാണെന്ന് ചിലർ പറയുന്നതും കേട്ടു. പ്രായം ചെന്നവരാണ്. കൊച്ചുണ്ണിയേട്ടൻ്റെ കൂടെ തിരുനാവായിലെ കലാസമിതി സമ്മേളനത്തിനു പോകുമ്പോൾ എഴുത്തുകാരെ കാണുക എന്നതായിരുന്നു ലക്ഷ്യം. പ്രസംഗമൊന്നും ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല. ഇടശ്ശേരിയുടെ കവിത കേട്ടു. VT ഇടശ്ശേരി, PC കുട്ടിക്കൃഷ്ണൻ, CJ തോമസ്, M ഗോവിന്ദൻ, KA കൊടുങ്ങല്ലൂർ, MV ദേവൻ എന്നിവരെയെല്ലാം കാണാൻ കഴിഞ്ഞപ്പോൾ മഹാഭാഗ്യം എന്നാണ് തോന്നിയത്. എറണാകുളത്തുനിന്ന് നാടക സംഘവുമായി വന്ന PJ ആന്റണിയെയും അന്നാണ് ആദ്യമായി കാണുന്നത്. ആ സംഘത്തിൽ N ഗോവിന്ദൻകുട്ടിയുമുണ്ടായിരുന്നു. അക്കിത്തത്തെ മാത്രം നേരത്തെ അറിയാം. അദ്ദേഹവും വന്നിട്ടുണ്ട്. സമ്മേളനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ അന്നത്തെ നിലയ്ക്ക് ടിപ് ടോപ്പ് സ്റ്റൈലിൽ പന്തലിലേക്ക് കയറി വന്നു. കൈമുട്ടിനു താഴെ അലസമായി തെറുത്തുവച്ച കുപ്പായക്കൈ, അല്പം നിലത്തിഴയുന്ന ഡബിൾ മുണ്ട്, കയ്യിൽ ക്യാമറ. കൊഡാക് ബോക്സും എൻസൈം 40യുമൊന്നുമല്ല. കണ്ടാലറിയാം ഏതോ വിലപിടിച്ച ക്യാമറയാണെന്ന്. പ്രസംഗം നടക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ സ്റ്റേജിന്റെ ഒരു വശത്ത് കയറി നിന്ന് കുറേ ഫോട്ടോകൾ ക്ലിക്ക് ചെയ്ത് താഴെ ഇറങ്ങി മുൻവരിയിലിരുന്നു. എന്റെ ഉത്കണ്ഠ മുഖത്ത് വായിച്ചിട്ടെന്ന പോലെ കൊച്ചുണ്ണിയേട്ടൻ ശബ്ദം താഴ്ത്തി പറഞ്ഞു, അതാണ് കാട്ടുമാടം. ആ ചിത്രം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു വെച്ചു. പിന്നീട് മേഴത്തൂരിൽ VTയുടെ ഷഷ്ടിപൂർത്തി സമ്മേളനത്തിൽ ശ്രമക്കാരനായി നടക്കുമ്പോഴും ഞാൻ ശ്രദ്ധിച്ചു. അപ്പോഴും ക്യാമറയുണ്ട് കയ്യിൽ. ആദ്യം കണ്ടതിനേക്കാൾ മികച്ചതാണെന്ന് തോന്നി. പിന്നെ പല വേദികളിൽ പല നഗരങ്ങളിൽ വച്ച് ഞങ്ങൾ കണ്ടു. എന്നെ സ്വാതന്ത്ര്യത്തോടെ വാസു എന്ന് വിളിക്കാനുള്ള സുഹൃത്ത് ബന്ധമുണ്ടായി. അപ്പോഴെല്ലാം തവനൂർ കുന്നത്ത് വെച്ച് എൻ്റെ മനസ്സിൻ്റെ ക്യാമറയിൽ ആദ്യം പതിഞ്ഞ ഒരു ചിത്രം ഞാൻ പുറത്തെടുക്കാതെ സൂക്ഷിച്ചു വച്ചു.
വീണ്ടും അത് ഓർമ്മയുടെ താളുകൾക്കിടയിലെ മെഴുകുകടലാസിനു പിറകിൽ ഭദ്രമായി സൂക്ഷിക്കുകയാണ് ഞാൻ. മാനം കാണിക്കാത്ത അത്തരം മയിൽപീലികളാണല്ലോ ഭൂതകാലത്തെ സമ്പന്നമാക്കുന്നത്. വീണ്ടും കാണാം പ്രതീക്ഷയോടെ. നന്ദി.